മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കും. സത്യപ്രതിജ്ഞ ചടങ്ങിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി, മാലദ്വീപ് പ്രസിഡന്റ്, ശ്രീലങ്കൻ പ്രസിഡന്റ് തുടങ്ങിയവരും പങ്കെടുക്കും. വകുപ്പ് വിഭജനം സംബന്ധിച്ച ഇപ്പോഴും ബിജെപിക്കുള്ളിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയിരിക്കും. സുരേഷ് ഗോപിയെ ദില്ലിക്ക് വിളിപ്പിച്ചു. വിവരങ്ങൾ നൽകാൻ സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിയുടെ വസതിക്ക് മുന്നിൽ നിന്ന് ചേരുകയാണ്. സുലേഖ, ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരമനുസരിച്ച് നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ നേരിട്ട് വിളിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ദില്ലിക്ക് പുറപ്പെടുന്നത് എന്തിനാണ്? അതായത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് വേണ്ടിയാണോ അതോ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനാണോ എന്ന ഏറ്റവും സസ്പെൻസ് നിറഞ്ഞ ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും അഞ്ജന, വലിയൊരു സസ്പെൻസ് തന്നെയാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇപ്പോൾ നിലവിലുള്ളത്. നിലവിൽ നരേന്ദ്രമോദി നേരിട്ട് സുരേഷ് ഗോപിയെ ഈ ഡൽഹിയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി നേരിട്ട് സുരേഷ് ഗോപിയെ വിളിച്ചെന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. കാരണം നേരത്തെ ക്യാബിനറ്റ് മന്ത്രി പദവി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ മന്ത്രിസ്ഥാനം അത് നിലവിൽ വേണ്ട എന്നുള്ള ഒരു തീരുമാനം അത് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സുരേഷ് ഗോപിക്ക് കമ്മിറ്റ് ചെയ്ത സിനിമകളുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനം അത് ആവശ്യമില്ല, നിലവിൽ മന്ത്രിസ്ഥാനത്തേക്ക് ഇല്ല എന്നുള്ളൊരു കാര്യം സുരേഷ് ഗോപി നേരത്തെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് നരേന്ദ്രമോദി വിളിച്ച യോഗമുണ്ടായിരുന്നു, മന്ത്രിമാരുടെ യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ സുരേഷ് ഗോപി നേരത്തെ തന്നെ ഈ തിരുവനന്തപുരത്ത് നിന്നുള്ള വസതിയിൽ നിന്ന് രാവിലെ തന്നെ പുറപ്പെടേണ്ടിയിരുന്നു ഡൽഹിയിലേക്ക്. പക്ഷേ ഇതുവരെയും സുരേഷ് ഗോപി വസതിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഡൽഹിയിലേക്കുള്ള യാത്ര പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിനാൽ തന്നെ മന്ത്രിസ്ഥാനം അതിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദി നേരിട്ട് സുരേഷ് ഗോപിയെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് എത്തണമെന്നുള്ള ഒരു സന്ദേശമാണ് നരേന്ദ്രമോദി സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ഒരു കാര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ മന്ത്രിസ്ഥാനം ലഭിക്കുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. എന്തായിരുന്നാലും ഈ സാധ്യതാ പട്ടികയിൽ സുരേഷ് ഗോപിയുടെ പേരുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്നിരുന്നാലും ബി ജെ പിയെ സംബന്ധിച്ച് വളരെ ആശങ്ക നിറഞ്ഞൊരു കാര്യമാണ്. കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് BJP MP എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി ജയിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നേട്ടമായിട്ടാണ് സംസ്ഥാനത്തെ BJP നേതൃത്വം കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ BJPയുടെ നേതൃസ്ഥാനത്തിൽ ഇരിക്കുന്നവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതിനാൽ തന്നെ BJPയിൽ അതിർത്തി തുടരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്നിരുന്നാലും നിലവിൽ സുരേഷ് ഗോപിയുടെ വസതിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. മനസ്സിലാക്കുന്നത് കാറിലേക്ക് പെട്ടികളൊക്കെ എടുത്തു വെക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും 12:30 ഫ്ലൈറ്റിൽ അദ്ദേഹം പോകുമെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും അഞ്ജന, ഇനി 12:30 നേരിട്ട് ഡൽഹിയിലേക്കുള്ള വിമാനമുള്ളത്. അതിനു മുൻപ് കണക്റ്റഡ് ഫ്ലൈറ്റുകളുണ്ട്. പക്ഷേ ഇതുവരെയും സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള യാതൊരു ഔദ്യോഗിക അറിയിപ്പും നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും 12:30 ഇത്തരത്തിൽ ഡൽഹിയിലേക്ക് നേരിട്ടുള്ളൊരു ഫ്ലൈറ്റ് ഉള്ളത്. അതിനുള്ളൊരു തയ്യാറെടുപ്പിലേക്കാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ നരേന്ദ്രമോദി നേരിട്ട് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കണമെന്നുള്ളൊരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും നമുക്ക് വീടുകളിൽ കാണാൻ കഴിഞ്ഞത്. എന്തായാലും സുരേഷ് ഗോപി നിലവിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാറിലേക്ക് കയറുന്ന ദൃശ്യങ്ങളുണ്ട്. സുരേഷ് ഗോപിയുടെ കൂടെ സുരേഷ് ഗോപിയുടെ അമ്മയും ഒപ്പം ഭാര്യയുമാണ് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു സസ്പെൻസിനൊടുവിലാണ് ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സുരേഷ് ഗോപിക്കൊപ്പം സുരേഷ് ഗോപിയുടെ അമ്മയും ഭാര്യയുമാണുള്ളത്. അദ്ദേഹം 12:30 ദില്ലിയിലേക്ക് പുറപ്പെടുന്ന നേരിട്ടുള്ള ഫ്ലൈറ്റിൽ പോകും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ആളുകളോട് സംസാരിച്ചുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ ദൃശ്യമാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി, 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടാകും എന്ന സൂചന ലഭിക്കുന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് തത്സമയം.
വകുപ്പുകൾ തമ്മിൽ എനിക്ക് ഒന്നുമേ അറിയത്തില്ല. കേരളത്തിന്റെ മൊത്തം ഒരു അംബാസിഡർ നിലയിലായിരിക്കും ഈ ഒരു പദവി. അതിപ്പോ ഞാൻ MP ആയിരുന്നാലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി വർത്തിക്കുന്ന MP ആയിരിക്കും. അതിന്റെ പ്രചരണ യോഗങ്ങൾ ഒരു 99% യോഗങ്ങളിൽ തൃശ്ശൂരിലെ ജനങ്ങളോട് അവരത് കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രി സ്ഥാനത്തെ പറ്റി വല്ല അറിയിച്ചിട്ടുണ്ടോ? എനിക്കൊന്നും അദ്ദേഹമാണ് തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ് ഉടൻ എത്താൻ പറഞ്ഞു. 12:30 വീട്ടിലെത്തണമെന്ന് ആശയക്കുഴപ്പമുണ്ടായിരുന്നു സർ. സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹം ദില്ലിയിലേക്ക് തിരിക്കുകയാണ്. മോദിയാണ് ഈ കാര്യം തീരുമാനിക്കുന്നത്. കേന്ദ്രമന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ ചോദ്യത്തിൽ അക്കാര്യം തനിക്ക് അറിയില്ല, താൻ മോദി വിളിച്ചതിനെ തുടർന്ന് പോവുകയാണ് എന്നത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇപ്പോഴും സസ്പെൻസ് നിറഞ്ഞു നിൽക്കുന്ന മണിക്കൂറുകൾ തന്നെയാണ് കടന്നു പോകുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ സുരേഷ് ഗോപിയുടെ വസതിയിൽ നിന്ന് അദ്ദേഹം എയർപോർട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം അങ്ങോട്ട് പോവുകയാണ്. 12:30 വിമാനത്തിലായിരിക്കും അദ്ദേഹം പുറപ്പെടുക എന്നാണ് മനസ്സിലാക്കുന്നത്. സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് സുരേഷ് ഗോപിയുടെ വസതിക്ക് മുന്നിൽ നിന്ന് തുടരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സുലേഖ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും അദ്ദേഹം ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. എന്താണ് പറയുന്നത്? തീർച്ചയായും അഞ്ജന, നിലവിൽ സുരേഷ് ഗോപി ഡൽഹിയിലേക്കുള്ള യാത്ര തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒപ്പം അമ്മയുമാണ് സുരേഷ് ഗോപിക്കൊപ്പം ഈ യാത്രയിലുള്ളത് എന്നുള്ളത് തന്നെയാണ്. മന്ത്രി നേരത്തെ നമ്മളിപ്പോൾ പ്രതികരിച്ച സമയത്ത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് തനിക്കറിയില്ല, അതൊക്കെ തീരുമാനിക്കുന്നത് നേതൃത്വമാണ്. അതിനനുസരിച്ച് നേതൃത്വത്തിൻ്റെ തീരുമാനം അനുസരിച്ചായിരിക്കും മറ്റ് കാര്യങ്ങളെന്നാണ് സുരേഷ് ഗോപി നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഈ മന്ത്രിയാകുമെന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഈ മന്ത്രിയാകുന്ന തീരുമാനമടക്കമുള്ള കാര്യങ്ങൾ നേതൃത്വം സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ്. അതിനനുസരിച്ചായിരിക്കും തൻ്റെ അടുത്ത കാര്യങ്ങൾ എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ഡൽഹിയിലേക്കുള്ള യാത്ര സുരേഷ് ഗോപി പുറപ്പെട്ടിട്ടുണ്ട്. 12:30 ഫ്ലൈറ്റിനായിരിക്കും സുരേഷ് ഗോപിയുടെ ഡൽഹിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. അതനുസരിച്ച് ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് വൈകിട്ടാണ് ഇത്തരത്തിൽ നരേന്ദ്രമോദി മന്ത്രിയാകാൻ പോകുന്നവരുടെ യോഗം വിളിച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്തില്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ നിലവിൽ സുരേഷ് ഗോപിയോട് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടുള്ളത്. അതുപ്രകാരം എത്രയും പെട്ടെന്ന് എത്തണമെന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ സുരേഷ് ഗോപി യാത്ര തിരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നുള്ള വസതിയിൽ നിന്ന് സുരേഷ് ഗോപി 12:30 വിമാനത്തിലാണ് ഡൽഹിയിലേക്കുള്ള യാത്ര തിരിക്കുക. എന്തായിരുന്നാലും ഈ മന്ത്രിസ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ അത് പിന്നീട് തീരുമാനിക്കുമെന്നുള്ളതാണ്. എന്തായാലും തനിക്ക് അത്തരത്തിലുള്ളൊരു കാര്യങ്ങളില്ല, പക്ഷേ നേതൃത്വം പറഞ്ഞാൽ അത് താൻ കേൾക്കുമെന്നുള്ളൊരു കാര്യമാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിലാണ് കാര്യങ്ങൾ. എന്നിരുന്നാലും സുരേഷ് ഗോപി ഇപ്പോൾ തിരുവനന്തപുരം വസതിയിൽ നിന്നും വിമാനത്താവളത്തിലേക്കുള്ള യാത്ര തിരിച്ചിട്ടുണ്ട്. അഞ്ജന, ശരി, സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്. സുരേഷ് ഗോപിയുടെ വസതിക്ക് മുന്നിൽ നിന്നാണ് സുലേഖ വിവരങ്ങൾ പങ്കുവച്ചത്.